ജോർജ് ജോസഫ് സാമ്പത്തിക വിദഗ്ധൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഒരു തരത്തിലും അധികാരത്തിൽ വന്ന ശേഷം BSNL എന്ന സ്ഥാപനത്തെ നിലനിർത്താൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത മോദി സർക്കാർ ഈ BSNL എന്ന സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ചെയ്ത മോദി സർക്കാർ ഏറ്റവും ഒടുവിലായി BSNLന്റെ ആസ്തി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അല്ല, BSNLനെ തകർക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയാണ്. കാരണം ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറുള്ള ടെലികോം രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കമ്പനിയാണ് BSNL എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യം നമുക്ക് ഇല്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ഇപ്പോഴും ഇത് 5G പോലുള്ള സൗകര്യങ്ങളോ 4G സൗകര്യങ്ങൾ പോലും ആ രീതിയിൽ പോലും ഇപ്പൊ സ്പെക്ട്രം ലേലത്തിലൊന്നും BSNLനെ അടുപ്പിച്ചില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിനെ തകർക്കുക എന്നുള്ളത് വളരെ വ്യക്തമായ അജണ്ടയോടുകൂടി അവർ നീങ്ങുന്നതാണ്. പക്ഷേ ഇതില് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഔട്ട് ഗോയിങ് ഗവൺമെന്റ് ആണ്, അത് തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് തന്നെ ആണോ അധികാരത്തിൽ വരുന്നത്, വേറെ ഗവൺമെന്റ് ആണോ എന്ന് അറിയില്ല. അപ്പൊ നയപരമായൊരു തീരുമാനം എടുക്കുന്നതിന് മറ്റൊരു ഗവൺമെന്റിന് വിടുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടും ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു മര്യാദയാണ്. ആ മര്യാദ പോലും കാണിക്കാതെയാണ് ഇത്തരത്തില് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ കഴിയും, എന്ത് തോന്നിയ ദിവസം ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അതിനുള്ള തന്റെ ഇടമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിൽക്കും എന്നുള്ളതാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഗവൺമെന്റ് തിരിച്ച് അവർ വരാൻ സാധ്യതയില്ല എന്നൊരു കണക്കൂട്ടലുണ്ടാകാം. ഇനി അഥവാ വന്നാൽ തന്നെ അതൊരു സ്റ്റേബിൾ ഗവൺമെന്റ് ആയിട്ട് നിലവിലുള്ള പോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം മുമ്പ്, അധികാരം കൈമാറുന്നതിന് മുമ്പ് ഒരു പക്ഷെ ഇതൊക്കെ നടപടിക്രമങ്ങളിലേക്ക് നടത്തി കൊണ്ടുപോകാനുള്ളൊരു വ്യഗ്രതയാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം ഈ ആസ്തി വിൽപ്പനയ്ക്ക് പിന്നിലുള്ളത്. അല്ലാണ്ട് ഇത്ര ധൃതി പിടിച്ച് വെബ്സൈറ്റിൽ ഇപ്പൊ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും, അത്ര തല പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. അപ്പൊ എത്രയും വേഗത്തിൽ ഇത് തീർത്ത് ഇത് റിലയൻസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോ ടെലികോം രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടി അദാനി ശ്രമിക്കുന്നുണ്ട്. ഒരു സ്പെക്ട്രം കുറച്ച് അവർ ലേലത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നേരത്തെ അജണ്ട സെറ്റ് ചെയ്തിരുന്നത് ഒരുപക്ഷെ ഗവൺമെന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള സാഹചര്യം വരുന്നത് കൊണ്ട് എത്രയും വേഗം അത് തീർത്ത് കൈമാറുന്നതിനുള്ള നീക്കങ്ങളായിരിക്കാം എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കാൻ കഴിയും. ഇലക്ട്രൽ ബോണ്ടിലുള്ള സ്വത്തര നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആൾക്കാർക്കെല്ലാം അവർക്ക് വേണ്ട ഒരു പ്രതിഫലം ചെയ്തു കൊടുക്കേണ്ടത് മോദി സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന തരത്തിലുള്ള രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അതായത് മോദി ഗവൺമെന്റ് എപ്പോഴും ചെയ്തിരുന്നത് എന്താണ്? കോർപ്പറേറ്റ് വൽക്കരണം. ഞാൻ പറഞ്ഞ അമിതമായ കോർപ്പറേറ്റ് ദാസ്യവേല, ആ കോർപ്പറേറ്റ് ദാസ്യവേല കൊണ്ട് രാഷ്ട്രീയ അധികാരം അവര് നിലനിർത്തി കൊടുക്കുക. അപ്പൊ മോദിയുടെ അധികാരം നിലനിർത്തേണ്ടത് എന്ന് പറയുന്നത് BJPയുടെയോ RSSന്റെയോ മാത്രം ഒരു ഉത്തരവാദിത്വമോ ആവശ്യമോ അല്ല. മോഡി അധികാരത്തിൽ ഇതേപോലെ തുടരേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തികളുടെ ആവശ്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ മുന്നേറ്റത്തിനോ ഈ കോർപ്പറേറ്റ് ശക്തികൾക്ക് ഇതുപോലെ അഴിഞ്ഞാട്ടം നടത്തുന്നതിനൊക്കെ ഉള്ള അവസരം സൃഷ്ടിക്കുന്നെങ്കിൽ മോദി ഗവൺമെന്റ് തന്നെ തുടരണം. അപ്പൊ അതുകൊണ്ട് അവരുടെ കൂടെ ഒരു ഇതാണ്. അപ്പൊ അതിനു വേണ്ടി അവർ മുടക്കിയിരിക്കുന്ന പണത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കേണ്ടത് തിരിച്ചും മോദിയുടെയും NDAയുടെയും BJPയുടെയും ഒക്കെ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു അമിത വേഗത്തിൽ, കാരണം ഇതൊരു നയപരമായൊരു തീരുമാനമാണ്. കാരണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് നടപടിയോ ഗവൺമെന്റിന്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമല്ല, നയപരമായൊരു തീരുമാനമാണ്. കാരണം എന്താണ് വേണ്ടത്? ഇനി BSNLനെ പൊതുമേഖലയിൽ നിലനിർത്തണോ അതോ വേറെ രീതിയിൽ അതിനെ ഇത് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് ഒരു പുതിയതായി വരുന്ന ഒരു ഗവൺമെന്റിന്റെ അവകാശമാണ്, റൈറ്റാണ്. അപ്പൊ അതിന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചു വെക്കുക. അപ്പൊ അത് കോടതി ചലഞ്ച് ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ നേരത്തെ തുടങ്ങി വെച്ചതാണ്, അത് പൂർത്തിയാക്കണം എന്നുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കാൻ കഴിയും. അപ്പൊ ആ ടെക്നിക്കാലിറ്റി ഉന്നയിക്കാൻ വേണ്ടി കൂടി സമർത്ഥമായി നടക്കുന്ന ഒരു നീക്കമായിട്ട് വേണം ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഈ ഒരു അവസരത്തിൽ താങ്കളുടെ